السلام عليكم ورحمة الله وبركاته. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വാക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സുംബുലത്തുൻ, പിന്നെ സുംബുലാത്തുൻ, സനാബിലുൻ. ഈ മൂന്ന് വാക്കുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് സുംബുലത്തുൻ? സുംബുലത്തുൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു കതിർ ധാന്യം എന്നാണ് ഈ സുംബുലത്തുൻ എന്ന വാക്ക് അർത്ഥം വെക്കുന്നത്. കതിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോളം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ ചോളങ്ങൾ അടങ്ങിയതാണ് ഒരു കതിർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കതിരിൽ അടങ്ങിയിരിക്കുന്ന ആ ചോളത്തിന് ധാന്യം എന്ന് പറയും. അതുപോലെ സുംബുലാത്തുൻ എന്ന് പറയുന്നത് അതുപോലുള്ള കതിരുകൾക്കാണ്. അതുപോലെ സനാബിലിനും അതുപോലുള്ള കതിരുകൾക്ക് തന്നെയാണ് അർത്ഥം വെക്കുന്നത്. അത് നമ്മൾ മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ, അതായത് മറ്റു ഭാഷകളെ അപേക്ഷിച്ചിട്ട് അറബി ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിന് പല ബഹുവചനങ്ങൾ ഉണ്ടാവും. അതായത് പല പ്ലൂറലുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കാഫിർ എന്നുള്ള വാക്ക് എടുത്തു കഴിഞ്ഞാൽ കാഫിർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. കാഫിറൂൻ എന്ന് പറയുന്നത് പല കാഫിര്യങ്ങളെ കുറിച്ചാണ്. അതുപോലെ കാഫിര്യങ്ങളെ കുറിച്ചിട്ട് കുഫാർ എന്നുള്ള ബഹുവചനം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കഫറത്തുൻ എന്നുള്ള ബഹുവചനം ഉപയോഗിക്കാറുണ്ട്. അപ്പം അതുപോലെ ഇപ്പോൾ നബിയൂൻ എന്ന് പറയുന്നത് നബി എന്നുള്ളതിന്റെ ബഹുവചനമാണ്. അതുപോലെ അംബിയ എന്നുള്ളതും നബി എന്ന് പറയുന്നതിന്റെ ബഹുവചനമാണ്. ആ ഒരു രീതിയിൽ നമ്മൾ മലയാളത്തിൽ ബഹുവചനം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ നബി എന്ന് പറയുന്നതിന്റെ ബഹുവചനമാണെങ്കിൽ നബിമാർ എന്ന് ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ കാഫിർ എന്നുള്ളതിന്റെ കാഫിര്യങ്ങൾ എന്ന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ അറബിയിൽ അങ്ങനെ പല രീതിയിലുള്ള ബഹുവചനം ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സുംബുലാത്ത് എന്ന് പറയുമ്പോഴും സനാബിൽ എന്ന് പറയുമ്പോഴുമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുംബുലാത്ത് എന്ന് പറയുമ്പോൾ അത് ദുർബലമായ ബഹുവചനമാണ്. അതായത് എണ്ണം വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും ആ ബഹുവചനം ഉപയോഗിക്കുന്നത്. അതുപോലെ സനാബിൽ എന്നുള്ളത് വളരെ കൂടുതലായിട്ട് എണ്ണം കൂടുതലായിട്ട് വരുമ്പോഴാണ് സനാബിൽ എന്നുള്ള ബഹുവചനം ഉപയോഗിക്കാറ്. അതായത് സുംബുലാത്ത് എന്ന് പറയുന്നത് ദുർബലമായതും സനാബിൽ എന്ന് പറയുന്നത് വളരെ എണ്ണം കൂട്ടി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബഹുവചനവുമാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അതിൽ പറയുന്നത് ഒരു കതിർ ധാന്യമണി എന്നാണ് പറയുന്നത്. അതവിടെ സുംബുലാത്തിന് ഉപയോഗിച്ചാൽ സനാബിൽ ഉപയോഗിച്ചാലും അതേ അർത്ഥം തന്നെയാണ് വരിക. അപ്പം അതിൻ്റെ ദുർബലത അല്ലെങ്കിൽ അതിൻ്റെ എണ്ണക്കൂടുതലൊന്നും നമുക്ക് അതിലൂടെ മനസ്സിലാക്കി തരുന്നില്ല അർത്ഥം വെക്കലിലൂടെ. പക്ഷെ അറബി വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാവുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദുർബലമായ ബഹുവചനം എന്ന് പറയുന്നത് അത് 10 കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരക്ക നമ്പർ ആയിരിക്കും ബഹുവചനത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക, 10 കുറവ്. അതിൽ കൂടുതലൊക്കെ ആണെങ്കിലാണ് ഈ സനാബിൽ എന്നുള്ള അതായത് എണ്ണം കൂടുതൽ കാണിക്കുന്ന രീതിയിലുള്ള ബഹുവചനം അവിടെ ഉപയോഗിക്കാറ്. അതായത് എണ്ണക്കുറവുള്ള ദുർബലമായ എണ്ണം ആവശ്യം വരുമ്പോൾ ആ ദുർബലമായ ബഹുവചനം ഉപയോഗിക്കും. അല്ലാത്ത അതിൽ കൂടുതൽ എണ്ണങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് എണ്ണ കൂടുതൽ കാണിക്കുന്ന രീതിയിൽ ആ ബഹുവചനം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഈ സുംബുലാത്തും സനാബിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് സുംബുലാത്തിനും ഒന്ന് സനാബിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെയുള്ള എണ്ണക്കണക്ക് പറയുന്നത് 7 സബ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് 2 സ്ഥലത്തും. ഇത് 2 സ്ഥലത്തും ഈ എണ്ണത്തിൻ്റെ വ്യത്യാസം വരുന്നില്ല, 7 തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ പറയുന്നത് കമസലി ഹബ്ബത്തിൻ അംബത്തത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്ത് ഹബ്ബത്തിൻ. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു ധാന്യമണിയോടാകുന്നു താരതമ്യം ചെയ്യുന്നത്. ഒരു ധാന്യമണി അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ 7 കതിരുകൾ ഓരോ വർഷവും 100 ധാന്യമണികൾ ഉണ്ടാക്കുന്നു. ആ ഉദ്ദേശിക്കുന്നത് ആ ചെലവഴിക്കുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അത് 700 ഇരട്ടിയായിട്ടാണെന്നാണ്. അതിന് പുറമെ അള്ളാഹു പറയുന്നുണ്ട് വല്ലാഹു യുളാഇഫു ലിമൻ യശാ എന്ന് പറയുന്നുണ്ട്. അതായത് അതിന് പുറമെ അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിലും അതിനെ ഇരട്ടിയാക്കുന്നതാണ്. അത് നമുക്കറിയില്ല. അറിയിച്ചു തന്ന കണക്കാണ് ഈ 700 ഇരട്ടി എന്നുള്ളത്. അതിന് പുറമെയും അള്ളാഹു ഇരട്ടിപ്പിക്കുന്നതാണ് എന്ന് നമ്മളോട് അള്ളാഹ് പറയാണ്. അതായത് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് സനാബിൽ എന്നാണ്. അതായത് സനാബിൽ നമ്മൾ പറഞ്ഞിരുന്നു എണ്ണ കൂടുതൽ കാണിക്കുന്ന രീതിയിലുള്ള ബഹുവചനമാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ എത്ര കതിരുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്? 7 കതിരുകൾ. ഇനി അടുത്ത ആയത്തിനെ കുറിച്ച് പറയുന്നത് വസബഅ സുംബുലാത്തിൻ ഖുദ്രിൻ എന്നാണ്. അതായത് 7 പച്ചക്കതിരുകൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആയത്തിന് പറയുന്നത് 7 തടിച്ചു കൊഴുത്ത പശുക്കളും പിന്നെ 7 മെല്ലിന പശുക്കളും തിന്നുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ
കഥയിലാണ്, ചരിത്രത്തിലാണ് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കഥയിൽ ഒരു രാജാവിൻ്റെ സ്വപ്നത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സ്വപ്നത്തിൽ ആ രാജാവ് കാണുന്നതാണ് ഈ 7 പച്ചക്കതിരുകൾ. ആ സ്വപ്നം കണ്ട വിവരം പറയുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? സുംബുലാത്ത് എന്നാണ്. ദുർബലമായ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നാട്ടിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാവില്ല, അതായത് ആ ഒരു ഉൽപ്പാദനം നടക്കില്ല. അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണത്തിനെ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ച്, അതായത് കരുതി വെച്ച് നമ്മളതിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്വപ്നമാണ് അവിടെ കാണിക്കുന്നത്. 7 കൊല്ലത്തേക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കണം എന്നുള്ള രീതിയാണ് ഈ ദുർബലമായ ബഹുവചനം ഉപയോഗിച്ചതിൻ്റെ പ്രത്യേകത. അതായത് ആ ഒരു ദുർബലത കാണിക്കുകയാണ്. ആ എണ്ണത്തിൻ്റെ അത്രയും കൊല്ലത്തേക്കുള്ള ആ ഒരു എണ്ണമാണ് അവിടെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ദുർബലത കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സുംബുലാത്ത് എന്നുള്ളത് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് നമ്മൾ നേരത്തെ കണ്ട ബക്കറയിലുള്ള ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളരെ ചെറിയ ചെലവഴിക്കലിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ 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 വലുതാണെന്നാണ് നമുക്ക് അള്ളാഹു അവിടെ മനസ്സിലാക്കി തരുന്നത്. അതിൽ എണ്ണക്കൂടുതൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ പോലും ആയിരിക്കുമെന്ന് അള്ളാഹു അതിനുശേഷം പറയുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സനാബിൽ എന്നാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അത് നമ്മളെ ചെറിയ ഒരു ചെലവഴിക്കലാണ് നമുക്ക് ഇത്രയും വലുതാക്കി കാണിച്ചു തരുന്നത്. പക്ഷെ 2 സ്ഥലത്തും 7 ഉപയോഗിച്ചിരിക്കുന്നത്. വലിപ്പം രണ്ടും വ്യത്യസ്തമായിട്ടാണ് അവിടെ മനസ്സിലാക്കി തരുന്നത്. അതായത് ഒരു വാക്ക് മറ്റൊരു വാക്കിനേക്കാൾ വളരെ വലുതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് ഖുർആൻ ഒരു വാക്ക് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നത് അതിനതിൻ്റേതായ പ്രത്യേകത കൊടുത്തിട്ടാണ്. അതിലൊരു ഏറ്റക്കുറച്ചിലോ ഒരു കുഴപ്പമോ ഇല്ല എന്നുള്ളത് നമുക്ക് ചില ഖുത്ബകളിലും ചില സംസാരങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഖത്തീബുമാറും പ്രാസംഗികരൊക്കെ പറയാറുണ്ട്. പറയുമ്പോൾ നമുക്കത് ആ അർത്ഥം വെക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു അർത്ഥം ആ ഒറ്റ രീതിയിൽ മാത്രമേ നമുക്ക് മനസ്സിലാവാറുള്ളൂ. പക്ഷേ അതിൻ്റെ ഈ ശരിയായ രുചി നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ ഒരു പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.